Hello friends, welcome back to our channel Mums Daily. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു ടിപ്പായിട്ടാണ്. അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ല മണക്കായിട്ടിരിക്കാൻ നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിൽ നിന്നൊക്കെ വരുന്ന ഒരു കറി വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് മൊത്തം മീൻ കറിയാണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും വന്ന് കയറുമ്പം. അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ലൊരു സ്മെല്ല്, എപ്പോഴും ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്മെല്ല് ഉണ്ടാവാനായിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ആ ടിപ്പ് എന്താണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വളരെ കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉണ്ടാക്കാനായിട്ടൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ലൊരു ലെമൺ എടുത്തിട്ടുണ്ട്. ലെമനോ ലൈമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഞാൻ ഓറഞ്ച് ആണെങ്കിലും അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ നാരങ്ങ ചെറിയ ചെറിയ വട്ടങ്ങളായിട്ടൊന്ന് മുറിക്കാം. നിങ്ങൾക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളാണ്, എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ലൊരു നാച്ചുറൽ ഫ്രഷ്നറാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാരങ്ങ ഇതുപോലെ വട്ടനരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു തക്കോലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സംഭവം, ഈ ഒരു ഫ്രഷ്നർ ഉണ്ടാക്കുമ്പം നമ്മുടെ റൂമിലൊക്കെ നല്ലൊരു സ്പൈസസിൻ്റെ ഒക്കെ ഒരു മണമാണ് കേട്ടോ. ഇനി ഇച്ചിരി ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 8-9 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട പൊടിച്ചതാണ് ചേർക്കുന്നത്. നിങ്ങളുടെ വീട്ടിലിപ്പോൾ പട്ട മുഴുവനോട് കൂടിയാണ് ഉള്ളതെങ്കിൽ ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു പട്ടയങ്ങ് ഇടുക. അപ്പോൾ ഞാനിവിടെ ഇപ്പം എൻ്റെ വീട്ടിൽ അങ്ങനത്തെ പട്ട ഇപ്പോൾ അവൈലബിൾ അല്ല, പകരം ഇത് പൊടിച്ചിട്ടുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാൻ അതാണ് ചേർക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഏലക്കയുടെ സ്മെല്ലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു ഏലക്ക ആണെങ്കിലും ഇടാം കേട്ടോ. ഇപ്പോൾ വാനില എസൻസ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് വാനില എസൻസ് ആണ്. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് എസെൻഷ്യൽ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് നല്ല മണമുള്ള ലാവൻഡർ ഓയിൽ കിട്ടും, ട്രീ ഓയിൽ കിട്ടും, അങ്ങനെ ഒത്തിരി നല്ല ഓയിൽസൊക്കെ കിട്ടും. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഏലക്ക ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കാൻ പോവാണ്. വെള്ളം നമുക്ക് ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കാം. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. ഒത്തിരി ലോ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം. കാരണം ഇതിനകത്തുള്ള ആ ഒരു നാരങ്ങയുടെ ഒരു മണം, അതുപോലെ ഈ സ്പൈസസിൻ്റെ ഒക്കെ മണം അതൊന്ന് വെള്ളത്തിൽ ഒന്ന് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം കേട്ടോ. നമ്മൾ ഒത്തിരി സ്പീഡിലാവാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ മണമൊന്നും അങ്ങനെ അങ്ങ് പുറത്ത് വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഈ ഒരു നാരങ്ങയുടെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു നാരങ്ങയുടെ വാനില എസൻസിൻ്റെ ഒക്കെ സ്മെല്ല് നമ്മുടെ വീട്ടിനകത്ത് ഫുൾ അങ്ങ് നിറഞ്ഞിരിക്കും. ഈവൻ അപ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അപ്സ്റ്റേഴ്സ് പോലും നല്ലതായിട്ടിരിക്കും, നല്ല സ്മെല്ല് ആയിട്ടിരിക്കും. ഇത് ഞാൻ എപ്പോഴും ഇത് ചെയ്യാറുള്ളതാണ് വീട്ടിൽ, പ്രത്യേകിച്ച് മീൻ കറി, ഇറച്ചി കറിയൊക്കെ അങ്ങനെ വെക്കുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നത്. നമുക്കത് കാണുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ചു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പം ഞാനിത് ഒരു ഗ്ലാസ് ജാറിനകത്ത് തന്നെ ഇട്ട് ഒഴിച്ച് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒന്നില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാർ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ അച്ചാറ് കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതുപോലെ കഴുകി സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് ഉണക്കി നമുക്ക് അതിനകത്താണെങ്കിലും ഒഴിച്ച് വെക്കാം. നിങ്ങൾക്കിത് ഒഴിച്ച് വെച്ച് നമുക്ക് തുറന്ന് തന്നെ നമ്മുടെ വീട്ടിൽ കിച്ചണിലാണെങ്കിൽ കിച്ചൺ, ലിവിങ് റൂമിൻ്റെ ടേബിളിലാണെങ്കിൽ ടേബിളിൽ, ഡൈനിങ് ടേബിളിലാണെങ്കിൽ അങ്ങനെയൊക്കെ അവിടെ തന്നെ സെൻറ്ററിൽ തന്നെ നമുക്ക് വെക്കാം. നമുക്കത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഗ്ലാസ്സൊക്കെ കുപ്പിക്കാണെന്നുണ്ടെങ്കിൽ അത് കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഇതിനകത്ത് ഈ ഒരു ഗ്ലാസ് കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 2 ദിവസം വരെ ഒരു കുഴപ്പം കൂടാതെ ഇരുന്നോളും. 2-3 ദിവസം വരെ ഒരു കുഴപ്പം കൂടാതെ ഇരുന്നോളും. നല്ലൊരു സ്മെല്ലായിരിക്കും വീടിനകത്ത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിക്കാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ വെള്ളം ഇതേ പടി നമുക്കൊരു പാത്രത്തിലിട്ട് തിളപ്പിച്ച് അത് തിരിച്ചൊഴിച്ച് അത് പിന്നെ ഒരു 2 ദിവസം കൂടെ ഇരുന്നോളൂ കേട്ടോ. കാരണം നാരങ്ങയൊക്കെ ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ ഞാനപ്പോൾ ഇതൊരു ഗ്ലാസ്സിനകത്തോട്ട് ഞാൻ ഒഴിച്ച് ഞാനത് എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് ഫ്രഷ്നർ റെഡിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫ്രഷ്നറാണിത്. നമ്മുടെ വീട്ടിൽ ഇനി കറികളൊക്കെ ഉണ്ടാക്കി വരുമ്പം അതിൻ്റെ സ്മെല്ല് കാരണം അയ്യോ എന്ന് പറയേണ്ട, ഇതുപോലൊരു എയർ ഫ്രഷ്നർ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി വീട്ടിലുള്ള ചീത്ത മണങ്ങളെല്ലാം കളഞ്ഞ് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.